പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ രാജ്യം ഒരു യുദ്ധത്തിൽ നിന്ന് മോചിതമായ സന്തോഷത്തോടെ നിൽക്കുകയാണ്. നമ്മുടെ രാജ്യത്തിന് അപകടകരമായ ഒരു സ്ഥിതിയും ഉണ്ടാകാതെ സർവശക്തനായ ദൈവം നമ്മെ കാത്തു. നമ്മുടെ രാജ്യം കൈവരിച്ച നേട്ടമാണ് യഥാർത്ഥത്തിൽ ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിനിടയായത്. നമ്മുടെ രാജ്യം ഭരിച്ചിരുന്ന ഭരണാധിപന്മാരുടെ ദീർഘവീക്ഷണം, നമ്മുടെ രാജ്യം സ്വയം പര്യാപ്തതയിലേക്ക് സൈനിക രംഗത്ത് കൈവരിച്ച നേട്ടവും നമ്മുടെ രാജ്യത്തിന് തുണയായി. നമ്മുടെ രാജ്യം ബ്രഹ്മോസ് ഉൾപ്പെടെ ആധുനിക മിസൈൽ സംവിധാനങ്ങൾ, ഡ്രോണുകളെ തകർക്കുവാനും അവയെ കണ്ടുപിടിക്കുവാനുമുള്ള റഡാർ സിസ്റ്റം, ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യ രാജ്യം കൈവരിച്ച നേട്ടം അവസ്മരണീയമാണ്. ഇന്ത്യയുടെ ഭരണാധിപൻ ഇന്ത്യ കൈവരിച്ച നേട്ടത്തിന്റെ ശക്തിയിലാണ് പാകിസ്ഥാന് നേരെ കടന്നാക്രമിക്കുവാനുള്ള കരുത്ത് നൽകിയത്. കരസേനയും നാവികസേനയും വ്യോമസേനാ മേധാവിയും ഇന്ത്യയുടെ കരുത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രിയെയും ഭരണാധിപന്മാരെയും ധരിപ്പിക്കുകയും അവരിലുണ്ടാക്കിയ ആത്മവിശ്വാസം ഇന്ത്യ രാജ്യത്തെ ഒരു യുദ്ധത്തിന്റെ മുൾമുനയിൽ നിന്ന് ഇന്ത്യയുടെ ശക്തി എന്താണെന്ന് ദുർബലമായ പാകിസ്ഥാനെ ബോധ്യപ്പെടുത്തുവാനും ലോകരാഷ്ട്രങ്ങളെ ബോധ്യപ്പെടുത്തുവാനും കഴിഞ്ഞു എന്നുള്ളത് വാസ്തവമാണ്. ആര് മധ്യസ്ഥനായി എന്നുള്ളതല്ല പ്രശ്നം. ദൈവത്തിന്റെ മധ്യസ്ഥതയിലാണ് ഈ പ്രശ്നങ്ങൾ തീർന്നത്. ഒരു യുദ്ധം ആൾനാശമുണ്ടാക്കും. ഇരു രാജ്യങ്ങൾക്കും പാവപ്പെട്ട ജനങ്ങൾ, അവർക്ക് കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകുന്നത്, അവരുടെ ജീവിതം നഷ്ടപ്പെടുന്നത്, അവരുടെ ഭവനങ്ങൾ നഷ്ടപ്പെടുന്നത് ഇരു രാജ്യങ്ങൾക്കും വൻ നഷ്ടമാണ്. നമ്മളുടെ ഉന്നം പാകിസ്ഥാനിലെ തീവ്രവാദ കേന്ദ്രങ്ങളാണെങ്കിലും തീവ്രവാദ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെടുമ്പോൾ ഒരു നിരപരാധി പോലും മരിക്കരുതെന്ന് ഉള്ള നിശ്ചയദാർഢ്യം ഇന്ത്യ രാജ്യത്തിനുണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. അപ്പോൾ ഇതൊരു സത്യത്തിന്റെ വിജയമാണ്. ഭീകരവാദം ഒരു രാജ്യത്തിനും നന്നല്ല. മതം മനുഷ്യന് ആവശ്യമാണ്, മത തീവ്രവാദം മനുഷ്യന് ആവശ്യമില്ല. മതത്തിന്റെ പേരിൽ തമ്മിലടിപ്പിക്കുകയല്ല വേണ്ടത്. പകൽഗാമിൽ മരിക്കപ്പെട്ട രാമചന്ദ്രന്റെ മകളുടെ വാക്കുകൾ നിങ്ങൾ കേൾക്കണം. ഇസ്ലാമിക സഹോദരന്മാർ തന്നെ ചേർത്തു നിർത്തി, തന്നെ രക്ഷിച്ച്, തന്റെ കൂടെ നിന്ന്, തന്റെ പിതാവിന്റെ മരണത്തോടൊപ്പം അവർ നടത്തിയ ശ്രമങ്ങൾ, അവരുടെ സഹായങ്ങൾ എണ്ണി എണ്ണി പറയുമ്പോൾ ചില കുബുദ്ധികൾ അതിനെ വക്രീകരിച്ച് മോഡേൺ മാധ്യമങ്ങളിലൂടെ അവരെ അപഹസിക്കുന്നത് ഈ രാജ്യത്തിന് ശാപമാണ്. ഇന്ത്യ ഭരിക്കുന്ന ഗവൺമെന്റിന്റെ ഒരു പ്രതിനിധി എന്ന് പറയുന്ന ചില മന്ത്രിമാർ അപക്വമായ പ്രസ്താവനകൾ നടത്തുന്നു. പേര് ജാതിയിൽ ഇന്നതാണോ അവരെ മതപരമായി ചിന്തിക്കുന്നു. രാഷ്ട്ര സേവനത്തിന് തന്റെ ജീവനേക്കാൾ വലിയ വില കൽപ്പിച്ച് ഇന്ത്യൻ കരസേനയിലും വ്യോമസേനയിലും നാവികസേനയിലും അംഗങ്ങളായവരുടെ പേരിൽ ജാതി ഉണ്ടാകാം. പക്ഷേ അവരുടെ ഹൃദയത്തിൽ ജാതിയോ മതമോ ഇല്ല എന്ന വസ്തുത നാലാംകിട രാഷ്ട്രീയക്കാർ മനസ്സിലാക്കണം. അറിവില്ലായ്മയുടെയും പക്വതയില്ലായ്മയുടെയും വിവരദോഷത്തിന്റെയും പേരുകളിൽ
ജനങ്ങൾ വോട്ടുകുത്തി മന്ത്രിമാരാക്കിയവർ ഇത്തരം അപക്വമായ പ്രസ്താവനകൾ ഇറക്കി ഇന്ത്യയെ ദുർബലപ്പെടുത്തരുത്. പാകിസ്ഥാൻ ഒരു ആഭ്യന്തര യുദ്ധത്തിന് കാതോർത്തു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ആ രാജ്യത്തെ കൊണ്ടുചെന്നെത്തിച്ചത് ആ രാജ്യത്തിന്റെ ഭരണാധിപന്മാരുടെ അപക്വമായ പെരുമാറ്റമാണ്. മത തീവ്രവാദം പ്രോത്സാഹിപ്പിക്കുകയും സൈനികരെ ദുർബലപ്പെടുത്തുകയും അധികാര രാഷ്ട്രീയത്തിൽ പിടിച്ചമരുന്നതിന് സൈന്യം നടത്തിയിട്ടുള്ള ജനാധിപത്യ വിരുദ്ധ ധ്വംസന പ്രവർത്തനങ്ങളുടെ ഫലമായി സാമ്പത്തികമായി തകർന്ന പാപ്പരയായ ഒരു രാജ്യം ചില വെടിക്കോപ്പുകൾ പൊട്ടിക്കുമെന്ന് നുണപ്രചരണം അഴിച്ചുവിട്ട് ലോകരാജ്യങ്ങളെ അമ്പരിപ്പിച്ച് ഞങ്ങളുടെ കയ്യിൽ അണുവായുധമുണ്ട്, ഞങ്ങളിപ്പോൾ പൊട്ടിക്കും എന്ന ഭീഷണി മുഴക്കി. എന്നാൽ എല്ലാം സജ്ജമായിരുന്ന ഇന്ത്യ ഒരു ഭീഷണിയും മുഴക്കിയില്ല, ഒരു മേൽക്കോയ്മയും നടിച്ചില്ല. ചെയ്യേണ്ടത് ചെയ്യേണ്ടിടത്ത് ചെയ്യേണ്ട രീതിയിൽ ചെയ്തു എന്നുള്ളതാണ് ഇന്ത്യയുടെ മേന്മ. ആ മേന്മയാണ് ഈ രാജ്യത്ത് നിന്ന് യുദ്ധം ഒഴിഞ്ഞു പോകുന്നതിന് ഇടവരുത്തിയത്. അതിനാരെല്ലാം മധ്യസ്ഥ നിന്നു, ഏത് രാജ്യങ്ങൾ മധ്യസ്ഥ നിന്നാലും അത് നമ്മുടെ നേട്ടമാണ്. ലോകരാജ്യങ്ങൾ ഇന്ത്യയുടെ ശക്തി അറിയുന്നു എന്നുള്ളതാണ്. ഇന്ത്യ രാജ്യം ഒരു യുദ്ധത്തിലേക്ക് പുറപ്പെട്ടാൽ ലോകത്താകമാനം ഉണ്ടാകാൻ പോകുന്ന കെടുതികളെ കുറിച്ച് ലോക ഭരണാധിപന്മാർക്ക്, വിദേശ ശക്തികൾക്ക്, സാമ്രാജ്യത്വ ശക്തികൾക്ക് നല്ല ബോധ്യമുള്ളതുകൊണ്ട് അവരെല്ലാം അവരാലുള്ള സഹായങ്ങൾ ചെയ്തിട്ടുണ്ടാകാം. എല്ലാം അവരുടെ മഹത്വവും അവരുടെ ഇടപെടലും പ്രശംസനീയം തന്നെ. നമ്മുടെ രാജ്യം നേരിട്ട വെല്ലുവിളിയിൽ നിന്ന് നമ്മളെ സ്വതന്ത്രമാക്കിയ ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ യുദ്ധം അവസാനിപ്പിച്ച സർവരും നന്മയുടെ വാതായനങ്ങളിലേക്ക് നമ്മുടെ രാജ്യം മുന്നേറട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കട്ടെ.